കഥയെഴുത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീമതി സുപ്രഭ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ ഭുവനേന്ദ്രൻ നായർ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ശിവദാസ്. എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഭാര്യയുടെ മേലേക്ക് സംശയം ഉണ്ടെങ്കിലല്ലേ, അല്ലെങ്കിൽ ഒരുത്തരുടെ കൂടെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് കണ്ടെങ്കിലല്ലേ എൻ്റെ ഭാര്യനൊക്കെ സംശയിക്കാൻ പറ്റുള്ളൂ. കേസ് ഉണ്ടായിരുന്നു, നിങ്ങൾ എവിടെ പോയി? സംശയമില്ലാഞ്ഞിട്ടാണോ ആ സഹായിച്ച ആളുടെ പേരിൽ അതിൽ നിന്ന് ഒരാൾ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എവിടെ പോയി? ഞാൻ ഇയാളുടെ ശല്യം കാരണം, ഇയാളെന്ന് പറഞ്ഞാൽ ഞാൻ മാഡത്തിനോട് പറഞ്ഞല്ലോ, കള്ളു കുടിച്ച് ഇയാളുടെ പെങ്ങടെയും മറ്റുള്ളവരുടെയും വർത്താനം കേട്ടിട്ട് മാത്രമേ എന്നോട് വർത്താനം പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഭാഗം നിന്ന് വർത്താനം പറയാനോ ഒന്നും ഇയാൾ ശ്രമിച്ചിട്ടില്ല, ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല. ഇയാളുടെ കൂടെ നിന്നിടത്തോളം കാലം അങ്ങനെ. എവിടെ പോയി? ഞാൻ ഈ പറഞ്ഞ ആളോട് എനിക്കൊരു വീട് ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എൻ്റെ മക്കളെയായിട്ട് പോയതാണ്. ഇയാളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഞാൻ എൻ്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. അയാൾ എനിക്ക് ഒറ്റപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീടെടുത്ത് തന്ന് 4 ദിവസം ഞാൻ അവിടെ നിന്ന് അയാളുടെ പേര് കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ അയാൾ എന്നെ കൂട്ടി പോലീസ് സ്റ്റേഷനിൽ വന്നു, ചങ്ങരംകുളം സ്റ്റേഷനിൽ. എന്നിട്ട് വീണ്ടും ഇയാൾ എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. ഇത് എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലായിട്ടാണല്ലോ ഇയാൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഒരിക്കലും അല്ല. അവിടെ അതല്ല, അവിടെ എൻ്റെ 2 മക്കളുണ്ട്. ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ എന്നോട് പോലീസുകാർ ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഭാര്യ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി അവർക്ക് അതിൻ്റെ ഒരു സംഗതി മനസ്സിലാവുള്ളൂ. എൻ്റെ ഭാര്യ ഒളിച്ചോടാ വേറെ ആരെയൊക്കെ ആമുഖന്മാരുണ്ടാവും, അതിൻ്റെ എനിക്ക് സംശയമുള്ളവരെ പേര് പറയാം, 1-2 കൂട്ടുകാരന്മാരെ പേര് പറയാമെന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരന്മാരെ എനിക്കറിയാം, എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാരേക്ക് പെട്ടെന്നൊരു എങ്ങനെ ഇപ്പം ഞാൻ വിശ്വസിക്കാൻ പറ്റുക? പേര് കൊടുത്തില്ല. ഞാൻ എങ്ങനെ കൊടുക്കും? എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളൊരു സംശയം പ്രകടിപ്പിച്ച്, അപ്പോൾ അയാൾക്ക് അറിയുന്നതുകൊണ്ടല്ലോ അയാളത് പ്രകടിപ്പിച്ചേ. അപ്പോൾ ഇന്ന ആളെടുത്ത് പോയി കണ്ടു നോക്കുമ്പോൾ ഞാൻ ഓനോട് പറഞ്ഞു, ഞാൻ എൻ്റെ പേരിൽ ഇങ്ങനൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷൻ വരെയെന്ന് പറഞ്ഞു. ഓൻ വന്ന് നോക്കുമ്പോൾ സംഭവം ശരിയാണ്. ഓൻ എന്നോട് ഓൻ പറഞ്ഞത് ഇവള് പറഞ്ഞ കഥ തന്നെയാണ് ഓൻ എന്നോടും പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ സംഭവം അറിയുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ വന്നിട്ടുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ 2 ജ്യേഷ്ഠന്മാർ, എൻ്റെ സ്നേഹിതന്മാർ, പിന്നെ നമ്മളെ പാർട്ടിയിലെ ഒരാൾ, ഇവരൊക്കെ കൂട്ടി ഞാൻ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ അന്നൊരു തീരുമാനം എടുക്കാൻ വേണ്ടി നിൽക്കുക. ഇവിടെ ഒഴിവാക്കണം. അവരൊറ്റ തീരുമാനത്തിൽ നിൽക്കുക, ഇനി അങ്ങനത്തെ പെണ്ണ് എനിക്ക് വേണ്ട, ഇജ്ജ് അവളെ ഒഴിവാക്കണം. എന്തിനാണ് എനിക്കൊരു പെണ്ണ് 4 ദിവസം കഴിഞ്ഞിട്ടാണ് ആൾ വരുന്നത്. അങ്ങനത്തെ ഒരു പെണ്ണ് എനിക്ക് വേണ്ട, ഇജ്ജ് പെണ്ണിനെ ഒഴിവാക്കിക്കളെ. ശരി, ആ തീരുമാനത്തിൽ ഞാൻ നിൽക്കുക. ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ ഇവരെ പാലക്കാട് നിന്ന് പിടിച്ചു കൊടുത്തിട്ടാണ്ട് ഇറക്കി നോക്കുമ്പോൾ പോലീസുകാരുടെ സ്വഭാവം മാറി, ഇവിടെ കൊടുന്ന ആൾക്കാരുടെ സ്വഭാവം മാറി. ഞാൻ അവിടെ ഒറ്റപ്പെടലുണ്ടായി, ഞാനും എൻ്റെ ആൾക്കാരും കൂടിയിട്ട്. കാര്യം വെച്ചാൽ ഇവിടെ അവിടെ അതിൻ്റെ ഉള്ളിൽ കണ്ട് കൊണ്ടുപോയിട്ട് എൻ്റെ മേലിൽ ഞാൻ ചെയ്ത അക്രമങ്ങൾക്ക് പെറ്റീഷൻ ചെയ്ത ചെയ്തുള്ളത്. ഇത് എന്തിനാ പോയി എന്തിനാ കൊടുന്നു എന്നുള്ള തീരുമാനം ഇവരാരും എന്നോട് പറഞ്ഞില്ല. ഓനാണ്ട് മാറ്റി നിന്ന് നിർത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞ വനിതാ കോൺസ്റ്റബിൾ പോലും പോലീസ് സ്റ്റേഷനിൽ ഈ പെണ്ണിനെ ഏറ്റെടുക്കാൻ പറ്റിയൊരു ആരാന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുക്കില്ല എന്ന്. ഉടനെ പോകേണ്ട ആങ്ങൾക്ക് വിളിച്ച്. ആങ്ങളെന്താ പറഞ്ഞേ, എനിക്കും അങ്ങനത്തെ ഒരു ഏറ്റെടുക്കലേക്ക് പറ്റില്ല എന്ന്. അപ്പം ഞാൻ അവിടെ കൂടി നിന്നിട്ട് പറയാമെന്ന്, അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് തന്നാളെ ഞാൻ കൊണ്ടുപോയി 2 മക്കളല്ലേ, ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരുത്താൻ പറ്റില്ലല്ലോ. എൻ്റെ ബാക്കി വന്നവരെ കണ്ട് പോയി, എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നവരെ കണ്ട് പോയി. അതൊന്നും നേരാക്കി എടുക്കാൻ ഞാൻ പെട്ട പാട് എനിക്കതെന്ന് വെച്ചുള്ളൂ. ഇല്ല, ഏതായാലും ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞ കഥകൾ അതൊക്കെ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ കുട്ടിയായിട്ട് അകന്നു. അത് നിങ്ങൾ 2ാമത് മാരേജിന് ശേഷമാണ് സംഭവിച്ചത്? അതിന് മുന്നത്തെ കാര്യമാണ് പറഞ്ഞത്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര, 1 കൊല്ലായോ? ഒരു 2ാമത്തെ കൊല്ലാകാൻ പോകുന്നു. 2ാമത്തെ കൊല്ലാവണു. 10 മാസമായിട്ടുള്ള ഒരു ആൺകുട്ടി ഉണ്ടല്ലേ? 10 മാസമായിട്ട്. അപ്പോൾ ഇതിപ്പോ എന്ത് കാരണം കൊണ്ടോ എന്തായാലും ശരി, ഇനിയിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടും വലിയ പ്രയോജനമില്ല. 2 പേരും മനസ്സുകൊണ്ട് അകന്നു കഴിഞ്ഞു. 2 പേർക്ക് ഇനി ഒരുമിച്ച് ജീവിക്കണം. നിങ്ങൾക്ക് ഈ സ്ത്രീ വീണ്ടും നല്ല നിലയ്ക്ക് വരികയാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ആയിക്കോട്ടെ. അപ്പോൾ അത് നമ്മളിപ്പോൾ വേറെ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പള്ളിയിൽ തലാക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ കുട്ടി? ഇല്ലേ? അപ്പൊ ആ തലാക്ക് പ്രകാരം നിങ്ങൾ ഈ ചെലവിന് കൊടുക്കാൻ അതിൽ എഴുതിയിട്ടുണ്ട്. അത് കൊടുക്കുന്നുണ്ടോ വെച്ചാൽ ഈ 2 കൊല്ലത്തിന്റെ ഉള്ളിൽ എനിക്ക് എന്റെ കഴിവിന്റെ അനുസരിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നും തന്നിട്ടില്ല മാഡം, ഒന്നും തന്നിട്ടില്ല. അത് നോണേ. കാര്യം വെച്ചാൽ ഇപ്പൊ ഈ യൂണിയൻ മണിക്ക് കയറി ഞാൻ 1000 രൂപ
ഇല്ല ഇന്നലെ പറഞ്ഞു 1000 റുപ്യ, എൻ്റെ ഉമ്മയുടെ കയ്യിൽ 500 റുപ്യ, എൻ്റെ പെങ്ങളെ കയ്യിൽ ഞാൻ നേരിട്ട് കൊടുക്കണില്ലാന്നുള്ളൂ. ഇവരൊക്കെ എൻ്റെ മക്കളെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ്. ഞാൻ ചെറുപ്പത്തിൽ എന്നെ കൊണ്ട് വഹിക്കുന്ന രീതിയിൽ പണിയെടുത്തിട്ട് 4 സെൻറ്റ് സ്ഥലം മേടിച്ച് ഒരു കല്യാണം കഴിച്ച് ഒരു വീട് വെച്ച് അതിൽ എനിക്ക് ജീവിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഞാൻ കള്ളുകൂടിയായിക്കോട്ടെ, ഞാൻ എന്തും ആയിക്കോട്ടെ, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു പെണ്ണ് കെട്ടി ഇവിടെ ഞാൻ സ്നേഹിച്ചു കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെ കയ്യിലൊന്നും ഞങ്ങൾ 0 ആയിരുന്നു, വട്ട പൂജയായിരുന്നു. ഞാൻ പിന്നെ അവിടെ നിന്നാണ്ട് ചിലപ്പോൾ ഓളെ ഭാഗ്യക്കാരോ അല്ലെങ്കിൽ എനിക്ക് വന്ന എൻ്റെ ഭാഗ്യക്കാരോ പറയാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ നിന്നാണ്ട് ഉയർന്നു നല്ല രീതിയിലാണ്ട് പോയി. ഈ നല്ല രീതിയിൽ പോയി ഞാനൊരു വീടൊക്കെ വെച്ച് നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ വരുന്ന ഓരോരോ ബുദ്ധിമുട്ടുകൾ ഞാൻ ചോദിച്ചറിയാൻ അല്ലെങ്കിൽ ഞാൻ മനസ്സിലായി എന്താണ് ഇപ്പോൾ എന്താ കഥ. ഞാൻ ഇവിടെ സ്നേഹിക്കുമ്പോൾ ഇവർ പറഞ്ഞ മാതിരി മദ്യപാനം ഞാൻ ഉണ്ടായിരുന്നു. ഇവിടെ സ്നേഹിച്ച് കൊണ്ടുവരുന്ന കാലത്തുണ്ടായിരുന്നു, ഇവിടെ സ്നേഹിച്ച് നടക്കുന്ന കാലത്തുണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്. ഹറാമല്ലേ നിങ്ങൾക്ക്? അതൊക്കെ നോക്കിക്കഴിഞ്ഞാലൊന്നും ഇപ്പോൾ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളൊന്നും എനിക്കില്ല. അല്ല ഇപ്പം നമുക്ക് സർ ഇതിലിപ്പോൾ അവരിത് പ്രകാരം തലാക്ക് ചൊല്ലിയിട്ടുണ്ട്, ചെലവിന് കൊടുക്കാന്നുള്ളത് നമ്മൾ എമൗണ്ട് അതിൽ അവർ വെച്ചിട്ടില്ല. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാസം ഈ കുട്ടിക്ക് ചെലവിന് കൊടുക്കാൻ പറ്റും? ഈ കുട്ടിക്കല്ല, മക്കൾക്ക്. മക്കൾ എൻ്റെതാണ്. അതെ, അതിനിപ്പോൾ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും എൻ്റെ മക്കളെല്ലാം നിനക്ക് പറയാൻ പറ്റില്ല. 3 മക്കളായിപ്പോൾ ഒരാൺകുട്ടി. ആരെന്നോട് ചോദിച്ചാലും ഞാൻ 3 മക്കളെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ല ഈ മക്കൾക്ക് നിങ്ങൾ എന്തൊക്കെ പറയാലും ഈ പെൺകുട്ടികളുമാണ്, അവർക്ക് ചെലവുകളുണ്ട്, ഇനി വരുന്നത് കൂടുതൽ ചെലവുകളായിരിക്കും. അപ്പൊ ഇതിന് നിങ്ങൾ മാസം എത്ര ചെലവിന് കൊടുക്കാൻ പറ്റും? ഇത് കേക്ക്, ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. ഇത്രയും സൗകര്യങ്ങളും ഇത്രയും കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ട് എൻ്റെ 10 കൊല്ലത്തിൻ്റെ എൻ്റെ അധ്വാനം നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായി. ഞാൻ ഇന്ന് പെരുവയിലാണ് കിടക്കുന്നത്. ഒരാൾ നെഞ്ഞത്തടിച്ചിട്ട് ആ ഉജ്ജ അങ്ങനെ ചെയ്തില്ലടാ ഓളോട് എന്ന് പറയാനുള്ള ഒരിട ഞാൻ അവിടെ വരുത്തിയില്ല, ഇവർക്ക് വരുത്തിയില്ല. അതാണ്ട് ഒഴിഞ്ഞു കൊടുത്ത്. ആ സ്ഥലം ഞാൻ മേടിച്ചത് എൻ്റെ ഉമ്മയുടെ പേരില്ല. അത് തറക്കല്ലിട്ട ഒരു EMS നിർമ്മാണ ഭവന പദ്ധതിയിൽ നിന്ന് 75,000 റുപ്യ കയ്യിൽ പാസ്സായിട്ടുണ്ട്. 11 കൊല്ലത്തിന് പഞ്ചായത്തിന് രസീത് കൊടുത്ത സ്ഥലം ഞാനിത്. അത് ഇവളുടെ പേരിൽ കിട്ടണമെന്നും പറഞ്ഞിട്ട് ഒരു 1.5 മാസം കാലം ഇങ്ങനെ ഇട്ട് തിരിച്ചില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല മേഡം, ഒരിക്കലും പറഞ്ഞ മനസ്സിലായില്ല. മക്കളുടെ പേരിൽ മാത്രം. ഇത് ആ തീരുമാനത്തിന് ഞാൻ എൻ്റെ ഉമ്മാനെ കൊണ്ടുവരാ. അപ്പൊ അല്ല, അത് എഴുതി കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ഉമ്മാടെ പേരിൽ പഠിച്ച എനിക്ക് ഇനി ഒരു പെങ്ങളുണ്ട്. ഈ പെങ്ങൾ ഇതിന് അവകാശം പറഞ്ഞു വരും, ഇത് പുറത്താവും, ഓൻ അവരെ വാക്ക് കേട്ടിട്ട് നടക്കണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരാളോട് പറഞ്ഞു കൊടുത്ത നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക? അത് നിങ്ങളെ അധീനത്തിലാക്കാൻ നോക്കും. അത് ഒരു സ്വയം വരുന്ന ഒരു ബുദ്ധിയാണ്. ആ ബുദ്ധിക്കനുസരിച്ച് കളിച്ച് അത് ആരെ തൊയരം കെടുത്താലേ നടക്കുള്ളൂ, ഇന്ന തൊയരം കെടുത്താലേ നടക്കുള്ളൂ. പക്ഷേ ഇതിപ്പോ നടക്കുന്നോണ്ടാണ് ഇയാള് കല്യാണം ആദ്യം വയനാട്ടിൽ നിന്ന് ഒരു കല്യാണം കിട്ടും. എന്റെ കൂടെ നല്ല പോലെ നിൽക്കാൻ പറ്റുന്ന പെണ്ണുങ്ങൾ നിന്നാ മതി. എല്ലാത്തോരും ഞാൻ ഒഴിവാക്കി. എന്റെ കുറ്റം കൊണ്ട് എന്നെ ഒരാൾ ഒഴിവാക്കി എന്ന് പറയട്ടെ, ഓള് പറയട്ടെ. എന്റെ കുറ്റം കൊണ്ടാണ് ഓൾ എന്നെ ഒഴിവാക്കിയെന്ന് ഓള് പറയട്ടെ. നല്ല രീതിയിൽ ഒഴിവാക്കിയത് നിങ്ങളല്ലേ ഒഴിവാക്കിയത്? ഞാൻ ഒരു കൊല്ലം ഞാൻ ഗൾഫിക്ക് ഇവിടുന്ന് കുവൈത്തേക്ക് പോയത് എന്ത് കാരണം തരൂ? ഞാൻ ഭ്രാന്തനാവും എന്നുള്ള ഘട്ടം വന്ന് നോക്കുമ്പോഴാണ് എനിക്ക് തോന്നുക ഞാൻ ഭ്രാന്തനാവും. അതൊക്കെ ഇയാളുടെ ഉമ്മയും പെങ്ങളും ബ്രെയിൻ വാഷ് ചെയ്ത് അങ്ങനെ ആക്കിയ. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. 32 വയസ്സ് ഇന്നൊരാൾ ബ്രെയിൻ വാഷ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല. അപ്പൊ എല്ലാവരുടെ ഉമ്മയും പെങ്ങളും പറയുന്നത് മാത്രം. പോയി ഞാൻ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് ഇത് കേൾക്കണട്ടാ, ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് ഞാൻ കുവൈത്തേക്ക് പോയിട്ട് 1 മാസം ഇടവിടാണ്ട് ഞാൻ പൈസ ഇവൾക്ക് അയച്ചു കൊടുത്തിരുന്നു. ഇവളെ അക്കൗണ്ട് പരിശോധിച്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. 7,000 പെരുന്നാൾക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് ഇതിന് 1 കൊല്ലം വരെ ഞാൻ മുടങ്ങാണ്ട് പൈസ അയച്ചു കൊടുത്തു. ഞാൻ നാട്ടിൽ വന്നിട്ട് ഈ കുവൈത്തിൽ നിന്ന് നോമ്പ് കാമലത്ത് നോമ്പ് പിടിച്ചിട്ട് ഞാൻ ഒരു വെള്ളിയാഴ്ച ഞാൻ വിളിക്കാം. ഏതായാലും ഇങ്ങനെയൊക്കെ ആയി. ഞാനും കുറേ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇജും കുറേ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേര് നമ്മുടെ നാട് നമുക്ക് വേണ്ട. ഇത്രയും ആൾക്കാർ അറിഞ്ഞ ശരിക്കും നമ്മുടെ നാട് നമുക്ക് വേണ്ട. വളർന്നു വരുന്നത് 2 പെൺകുട്ടികളാണ്. അപ്പോൾ അതിൻ്റെ പേര് നമുക്ക് വല്ല വയനാടാ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് അത് അവിടെ കിടന്നോട്ടെ. ഇനി നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതല്ലേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് അവിടെ താമസിക്കാം. ആരോ വിചാരിച്ചു 2 പെൺകുട്ടികളെ വിചാരിച്ചു. എനിക്ക് തയ്യാറാണോന്ന് ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞ വർത്തമാനം എന്താ പറയുക, എൻ്റെ ചെലവിൽ ജീവിക്കേണ്ട ഗതികേടുക്ക് വന്നു ചേരാം, അതിൻ്റെ പേരിൽ ആ കാര്യങ്ങളാണ്ട് ഒഴിവായിക്കളെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ എടുത്ത തീരുമാനമാണ് എന്ത് എനിക്ക് വേണ്ട എന്നുള്ളത്.
ഇയാളിനി കെട്ടൂലെന്ന് എന്താ ഉറപ്പ്? ഞാൻ നിലവിൽ ജീവിക്കൂലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത്രയും 32 വയസ്സിനിടയ്ക്ക് അയാൾ 3 കെട്ടി. ഇനി ഇയാള് കെട്ടൂലെന്ന് എന്തത്ര ഉറപ്പ്? എനിക്ക് ഉറപ്പേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒഴിവായത്. ഒഴിവായിക്കോ, ഞാൻ മുൻകൂട്ടി ഓൾക്ക് കാണാനുള്ള ശക്തിയൊക്കെ ഉണ്ട്, ദൈവം കൊടുത്തിട്ടുണ്ട്. ഇനിയും കെട്ടുന്നുള്ള കാരണം കാണാനുള്ളത്. എന്റെ കാര്യങ്ങൾ നോക്കണം. എന്റെ 90 വയസ്സായ തള്ളയാണ്. വയസ്സായ തള്ളേനെ നോക്കാനെ കല്യാണം കഴിച്ചെന്ന്. ഒരു വയസ്സായ തള്ള ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചു നോക്ക്. ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചു. കോട്ടേഴ്സിൽ ഒറ്റയ്ക്ക് ആ തള്ള പ്രസവ പണി എടുത്തിട്ട് ജീവിക്കുകയാണ്. ഇയാളുടെ ഭാര്യനായിട്ട് സുഖമായിട്ട് വേറൊരു കോട്ടേഴ്സിൽ ജീവിക്കുകയാണ്. അത് എന്റെ ഉത്തരവാദിത്തമാണ്. കാര്യം ഓളിക്ക് നോക്കണ്ടേ? എന്നെ 10 കൊല്ലം ഞാൻ നോക്കിയില്ലേ? 10 കൊല്ലം എന്നെ വേറെ കോട്ടേഴ്സിൽ ഇട്ട് നോക്കിയില്ലല്ലോ. ഉമ്മാടെ കൂടെ തന്നെയാണ് ഞാൻ ഇയാളുടെ കൂടെ ജീവിച്ചിരുന്നത്. ഇയാൾ ഇപ്പോഴത്തെ ഭാര്യ ഉമ്മാടെ കൂടെ ജീവിക്കൂല എന്നിട്ട് വേറെ കോട്ടേഴ്സ് തൊട്ടടുത്ത് ഉമ്മ ഒരു കോട്ടേഴ്സിൽ അടുത്ത് വേറെ കോട്ടേഴ്സിൽ ഇയാൾക്ക് അങ്ങനെ നോക്കാൻ അറിയാം. ഇപ്പൊ ഇയാൾക്ക് എങ്ങനെ ജീവിക്കേണ്ടെന്ന് അറിയാം. എന്റെ കൂടെ ജീവിക്കുമ്പോൾ ഇയാൾക്ക് ജീവിക്കേണ്ട എങ്ങനെയെന്ന് അറിയില്ല മാഡം. ഇപ്പൊ അയാൾക്ക് കുടിയില്ല, ഒന്നുമില്ല. നല്ല രീതിയിൽ അയാൾ കുടുംബം നോക്കുന്നു, കുട്ടികളെ നോക്കുന്നു, ഭാര്യക്ക് ബേക്കറി മേടിച്ചു കൊടുക്കുന്നു, ചായക്കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്നു. എന്റെ മക്കൾക്ക് ഒന്നുമില്ല, ഒരു മുട്ടാടെ കഷ്ണം വരെ ഇല്ല. അയാൾ പറഞ്ഞ എന്റെ അടുത്ത് ഇല്ല, എനിക്ക് പണിയില്ല. ഇതാണ് അയാൾ പറയുന്നത്. അല്ലെങ്കിൽ ഇയാളുടെ മക്കളെ കൊണ്ട് ഇയാൾ നോക്കട്ടെ. തന്നാളെ ഒരു വിരോധമില്ല. ഇപ്പൊ ഈ ഇരിക്കുന്ന ആൾക്കാരെ മുന്നേ ജിപ്പുണ്ട് പറഞ്ഞാൽ ഐടിക്ക് വരാൻ താല്പര്യമാണെങ്കിൽ ഞാൻ ഓളം കാട്ടി അന്തസ്സായിട്ട് ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ച പെണ്ണിനെ കാട്ടി അന്തസ്സായിട്ട് എന്റെ മക്കളെ നോക്കിയാൽ എനിക്ക് കാണിച്ചിട്ട് എന്റെ മക്കൾ പോകൂല. അതിനുള്ള കാരണം മക്കൾക്ക് അറിയാം. മക്കൾക്ക് കാരണം ഉമ്മയുടെ അടുത്തിരിക്കുന്ന മക്കളാ. ഉമ്മാക്ക് പല കാരണങ്ങളും മക്കളോട് പറഞ്ഞു കൊടുക്കാം. എന്റെ മോൾക്ക് വായിൽ ഒരു ഓപ്പറേഷൻ വന്നിട്ട് എന്റെ മോള് അവളുടെ ഉപ്പാനെന്ന് കാണണമെന്നേ പറഞ്ഞോളൂ. ഇയാള് വന്നിട്ടില്ല. ഇയാളുടെ ഭാര്യനെ ഞാൻ വിളിച്ചു പറഞ്ഞു, സുബേറിനോടൊന്ന് വരാൻ പറഞ്ഞു, കുട്ടിക്കൊന്ന് കാണാനാ. എന്നിട്ട് ഇയാൾ വന്നില്ല. ഞാൻ പോയില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്താ അസുഖം വന്നാലും ഞാൻ ഈ പെങ്ങളെ വിളിച്ച് പറയും ഇങ്ങനെ കാരണം ഉണ്ടെന്ന്. ഒന്നാ മക്കൾക്ക് കുറഞ്ഞോ കൂടിയോ ഇയാള് വിളിച്ചു ചോദിക്കൂല. വിളിച്ചു ചോദിക്കേണ്ട കാര്യം ഇനിയിപ്പോ അത് ആ കാര്യങ്ങളൊന്നുമില്ല. എന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് അത്ര അറിയുള്ളൂ. ചെലവിന് കൊടുക്കാൻ തയ്യാറാണോ? ഞാൻ കൊടുക്കും. മക്കൾക്ക്? ഭാര്യക്ക് കൊടുക്കില്ല, എന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കും. അത് എത്ര കൊടുക്കാൻ പറ്റും? അത് എത്ര കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ അവിടെ പറഞ്ഞു. ഞാൻ അധ്വാനിക്കുന്ന പൈസ ഞാൻ എന്തിനാ എനിക്ക് തരണം? എനിക്ക് വേണ്ട. ഒരു ഇയാള് ഗൾഫിലാണ്. എന്ത് എന്താണ് നിങ്ങൾ നിങ്ങളെന്താ ഇന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നത്? ഒരു പെണ്ണ് കരഞ്ഞു കാണിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ കൂടെ എല്ലാം നിൽക്കണ്ടേ? ഇന്റെ മാനസിക മനസ്സിലാക്കണം. ഞാൻ ഇങ്ങനൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഇന്നോട് ഈ അതിൽ അലമ്പ് ചെയ്തിട്ട് ആ പെണ്ണ് ഓളെ പാട്ടിനാണ്ട് പോയിട്ട് ഒരു കാലത്ത് കൂട്ടി വന്നിട്ട് 2 കുട്ടികളായിട്ട് വന്നിട്ട് ഇന്നിട്ട് വില പേശേ. അത് നടക്കണ കേസാ? അല്ല, ഇവിടെ നമ്മൾ ഒരു വ്യവസ്ഥ വെക്കുകയാണെങ്കിൽ എത്രയാണ് വ്യവസ്ഥ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 6 മാസം ആണ്ടിലൊരു 1000 ഉറുപ്പ്യ. അല്ല അതല്ല, അങ്ങനല്ല. ഇപ്പൊ ഈ പറഞ്ഞ 2 കൊല്ലത്തിലേക്ക് 1 ഉറുപ്പ്യം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ ആള് അല്ല, ആ കുട്ടി പറഞ്ഞത് 1 മാസം 2 മാസം മുമ്പ് മറ്റേ 1000 ഉറുപ്പ്യ കൊടുത്തു. അതല്ലാതെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്റെ കുട്ടിക്ക് ഓപ്പറേഷൻ കഴിക്കുന്ന സമയത്ത് എന്റെ കുട്ടി തന്നെ അവിടെ ഉമ്മമാരെ വിളിച്ച് ചോദിക്കാണ്. ഞാൻ പറഞ്ഞിട്ടെ, ഞങ്ങൾക്ക് വേറൊരു കഥ കൂടി പറഞ്ഞിട്ടെ. നിങ്ങൾ ഈ കുട്ടികൾ ഓപ്പറേഷൻ ഇതൊക്കെ നീ ചിന്തിക്കേണ്ട കാര്യമാണ്. അതെന്താ ഒരു വേദിയിൽ വന്നിട്ട് ആ ഇന്റെ മക്കൾ അങ്ങനെ ചെയ്തില്ല ഉന്നത വിദ്യാഭ്യാസം, അതായത് എടപ്പാള് ഏറ്റവും വലിയ സ്കൂളായിരുന്നു ദാറുദായ സ്കൂള്. അതിൽ എന്റെ കുട്ടി 3 വരെ ഞാൻ പഠിപ്പിച്ചു. എന്റെ മോളെ ഞാൻ പഠിപ്പിച്ചു. 2 വരെ പഠിപ്പിച്ച്. ഇന്നും ആ കുട്ടി അവിടെ പഠിക്കുകയാണെങ്കിൽ പഠിച്ചു പോയിരുന്നു. കാര്യങ്ങൾ ഞാൻ നോക്കിയിരുന്നു. ടീച്ചർ വെട്ടി കുവൈറ്റ് പോയ വീട് അടക്കി വണ്ടിയിലായിട്ട് കയറ്റി വീട് ഉപയോഗിച്ചൊരു പോക്കാ. കുവൈറ്റിൽ നിന്ന് ഞാൻ വന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പിന്നെ അവിടെ നല്ല ഒരു എന്തോ ഒരു പൂതിക്ക് അവിടുന്ന് സാധനങ്ങൾ കെട്ടിവെച്ചിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നത്. ആ കാലഘട്ടം ഇവിടെ എവിടെ ജീവിച്ചിരുന്നത്? ഇവിടെ ഒരു സ്നേഹിതത്തിന്റെ ആയിരുന്നു. ഓൾ ഇന്ന് വിളിച്ച് വർത്താനങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞാൽ ഉമ്മയായിട്ട് വേറെ ഏതൊരു വീട്ടിൽ പോയി താമസിച്ചു. കാരണം നിങ്ങൾ വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് എങ്ങനെ വരിക? എങ്ങനെ? അതൊക്കെ നോണ പറയാണ്. കാര്യം ഞാൻ എന്റെ പൈസ മാസം ബാങ്കിൽ എത്തുണ്ടല്ലോ. ഇയാള് 15 ദിവസം കഴിഞ്ഞാണ് വിളിച്ചത്. 15 ദിവസം ആദ്യത്തെ മാസം ഇയാൾ 5000 രൂപ അയച്ചു. അത് കഴിഞ്ഞിട്ട് ഇയാള് 3000 വെച്ച് മാസം അയച്ച്. അത് ഇടയ്ക്ക് മാസം ഇല്ല. ലാസ്റ്റ് പെരുന്നാളിന്റെ മാസമായപ്പോ ഇയാൾ 7000 രൂപ അയച്ചു. അതിനുശേഷം ഇയാൾ ഒരു പൈസ തന്നില്ല. അതിനുശേഷം ഇത് നാട്ടിൽ വന്നിട്ട് ഞാൻ എനിക്ക് പൈസ തരേണ്ട ആവശ്യം? ഞാൻ അധ്വാനിക്കുന്ന പൈസ ഞാൻ എന്തിനാ എനിക്ക് തരണം? എനിക്ക് വേണ്ട. ഒരു ഇയാള് ഗൾഫിലാണ്. എന്ത് എന്താണ് നിങ്ങളെന്താ ഇന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നത്? ഒരു പെണ്ണ് കരഞ്ഞു കാണിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ കൂടെ എല്ലാം നിൽക്കണ്ടേ? ഇന്റെ മാനസിക മനസ്സിലാക്കണം. ഞാൻ ഇങ്ങനൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഇന്നോട് ഈ അതിൽ അലമ്പ് ചെയ്തിട്ട് ആ പെണ്ണ് ഓളെ പാട്ടിനാണ്ട് പോയിട്ട് ഒരു കാലത്ത് കൂട്ടി വന്നിട്ട് 2 കുട്ടികളായിട്ട് വന്നിട്ട് ഇന്നിട്ട് വില പേശേ. അത് നടക്കണ കേസാ? അതല്ല ഞാൻ ചോദിച്ചത്.
നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞു, ഇയാള് പറയുന്നത് വിട്ടേക്ക്, നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞു, ഉമ്മയോട് പറഞ്ഞു ഇങ്ങനെ അയാൾ എന്നെ വിളിക്കണമില്ല ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് വേറെ വീട്ടിൽ പോയി താമസിക്കാമെന്ന്. ആര് ഓളം വന്ന് ഓളെ കൂടെ പോയിട്ടൊന്നുമില്ല. കൂടെ പോയ ആൾക്കാരെ ഇവിടെ കൊണ്ടുവരാക്കി വെച്ചാണ്ടല്ലോ. എന്റെ കൂടെ ഉണ്ട്, എന്റെ ഉമ്മയുണ്ട്, എന്റെ കൂട്ടുകാരിയുണ്ട്, എന്റെ ഉമ്മ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അല്ല, നിങ്ങൾ പോയി വേറെ വീട്ടിൽ താമസിച്ചു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ തന്നെ ഞാൻ ചോദിക്കേണ്ട ചോദ്യമായിരുന്നു. ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ കേട്ടതിന് ശേഷം ചോദിക്കാൻ വെച്ചിട്ട് മിണ്ടാതിരുന്നതാണ്. നിങ്ങൾ ഒരു ഭർത്താവ് 10-15 ദിവസം വിളിച്ചില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് വീട് ഒഴിവാക്കിയിട്ട് വേറെ വീട്ടിൽ പോയി താമസിക്കുകയാണോ വേണ്ടത്? ഞാൻ ചെയ്ത തെറ്റാണ്. ഒന്നെങ്കിലും അംഗീകരിച്ചല്ലോ, സമാധാനമായിക്ക്. അല്ല, എന്റെ കാര്യം പറഞ്ഞതാ, ഒന്നെങ്കിലും അംഗീകരിച്ചല്ലോ, എനിക്ക് സന്തോഷമായി. ഞാൻ ഇവൾക്ക് ഉണ്ടാക്കി എന്റെ മക്കൾക്ക് താമസിക്കാൻ കൊടുത്ത വീട്ടിൽ നിന്ന് ഇവിടെ ഞാനും എമിഗ്രേഷൻ 10ാം ക്ലാസ് പാസ്സല്ല മേഡം. എനിക്ക് എമിഗ്രേഷൻ എവിടുന്നും കിട്ടിയില്ല. ലാസ്റ്റ് ചെന്നൈയിൽ നിന്ന് പുഷ് ചെയ്ത് അതൊക്കെ നിയമവിരുദ്ധമാണ്, ഞാൻ പറയാൻ പാടില്ല. എന്നാലും എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. പുഷ് ചെയ്തിട്ട് ഞാൻ കയറി പോയതിൽ അങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ കയറി പോയി. ഒരു കൊല്ലം ഞാൻ നിന്ന് അയച്ചു. എനിക്ക് വിസ ഉണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയ സാഹചര്യം അങ്ങനെ ഇല്ലായിരുന്നു. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇത് മാസം ഞാൻ ഇങ്ങനെ കെടുത്തിട്ട് ഇത് നട്ടുപിടിപ്പിച്ചെന്നെ കുലുക്കി ഇജിൻ്റെ ചോദിക്കണ കാര്യം ഞാൻ എനിക്ക് 2 മക്കൾ എനിക്ക് ഉണ്ടായിട്ട് എനിക്ക് തരാനേ. എനിക്ക് എന്റേതായ ചുറ്റുപാടുകളുണ്ട്. ഞാൻ എന്റെ മക്കൾക്ക് മാസം എടുക്കണ ശമ്പളം തരാൻ പറഞ്ഞില്ല മാഡം. എന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കും. ഇനിയിപ്പോ പടർന്ന് കായായി പൂവായി മക്കളാവും. വിദ്യാഭ്യാസം കൊടുക്കണം. 10, 12, 13, 18, 20 വയസ്സായാലും നല്ലൊരു വിദ്യാഭ്യാസം പോവാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി മേടിച്ചു കൊടുക്കണോ വേണ്ടേ? വേണം. ഇതൊക്കെ എന്റെ ആഗ്രഹങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നും ഇയാളെ കൊണ്ട് നടക്കില്ല. പിന്നെ ഈ വേദിക്ക് വരരുത്. അതിന് വേണ്ടിട്ടാണല്ലോ വന്നത്. എന്തിന് ഇവിടെ ഇവർ വിചാരിച്ചാൽ നടക്കും എനിക്ക് തോന്നുന്നുണ്ടാ? തരന്റെ ആള് ഞാളെ ഇവർക്ക് ഞാൻ കൊടുക്കണില്ല എന്ന് പറഞ്ഞ എന്നെ ജയിലിലേക്ക് ഇട്ടാൽ ഇവർക്ക് നിയമം പോയി കിടക്കും. ഞാൻ അനക്ക് വേണ്ടി അങ്ങനെ വാക്ക് അല്ല, ഞാൻ പറയാം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തീരുമാനം പറയും. എനിക്ക് കൊടുക്കാൻ പറ്റും, ഞാൻ തറപ്പിച്ച് ഞാനാണ്ട് പറയാം. നിങ്ങളെ കൊണ്ട് ഞാൻ നിയമപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകും. നിങ്ങൾ പറയേണ്ട ഞാൻ കൊടുക്കും. ₹1 വകുപ്പിൽ കിട്ടില്ല. ഞാൻ അധ്വാനിച്ച പൈസ അത്രയും ചെയ്തുന്നുണ്ട്. പേപ്പറിൽ ഞാൻ എഴുതില്ല. കാരണം ഉണ്ട്. കാരണം വെച്ചാൽ ഒരു പേപ്പറിൽ ഞാൻ ആ ഒരു എമൗണ്ട് എഴുതി കഴിഞ്ഞാൽ ഇവൾക്ക് 1 മാസം കിട്ടി. ഞാൻ പേപ്പർ പൊക്കി പിടിച്ച് വരും. ഞാൻ ഉണ്ടാക്കിയ അന്തസ് കളയാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞമാര് നല്ല ഭരണിപ്പാട്ട് പാടുകള് അറിയോ നിങ്ങൾക്ക്? അങ്ങനെ ഞാൻ നിന്ന 4-5 സ്ഥലത്ത് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയുള്ള ആളുകള്. കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ കൊടുക്കും. എന്റെ മക്കളാണ്, ഞാൻ കൊടുക്കും. സുബൈർ ഒന്ന് തീരുമാനിക്കും എത്ര രൂപ വെച്ച് മാസം കൊടുക്കാമെന്ന്. എനിക്ക് ഒരു എമൗണ്ട് ഈ വേദിയിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. അയ്യോ, അതെന്ത്? അതാണ് എന്റെ അവസ്ഥ. കാരണം ഞാൻ 3000 വാടക താമസിക്കണേ. ഞാൻ കെട്ടിയ പെരയിൽ ഇവള് ₹100 കൊടുക്കാണ്ട് അവള് താമസിക്കണേ. ഇവൾക്ക് ടൈലറിങ് കാര്യം അധ്വാനിച്ച് നോക്കട്ടെ. എന്താണ് അധ്വാനം എന്നുള്ളത് ഓള് വരട്ടെ. ഞാൻ അധ്വാനിക്കണില്ലേ? അല്ല, അവർ അധ്വാനിച്ച് ജീവിച്ചോട്ടെ. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ചെലവിന് അതാ പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഞാൻ എന്റെ കയ്യിൽ ചിലപ്പോൾ ₹1,00,000 ഇട്ടു. ഞാനാണ്ട് കൊടുക്കണ്ട. 1.5 ലക്ഷം ഇയാൾക്ക് എങ്ങനെയോ ലോൺ മേടിച്ച് എന്താ കൈ കിട്ടിയിട്ട് ₹1 ഇയാൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടു കൊടുത്തില്ല. 12,000 രൂപയ്ക്ക് ഡ്രസ്സ് എടുത്തിട്ട് ഇയാളുടെ ഭാര്യക്ക് കൊണ്ടു കൊടുത്തു. ഒരു ഷഡ്ഡി പോലും എന്റെ മക്കൾക്ക് കൊണ്ട് കൊടുത്തിട്ടില്ല. എന്തിന്? ഒരു പെരുന്നാൾ വന്നു നോക്കാന്ന് പറഞ്ഞ് ഏറ്റെടുത്ത കാര്യം ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ടില്ല. എന്ത് എഴുതിയിരിക്കുന്ന പകുതി എന്നാണ്. എന്ത് പകുതി? ഇപ്പൊ ₹1,00,000 ഇട്ട് 50,000 ഞാൻ എനിക്ക് തരണ? എനിക്ക് തരണ്ട. പിന്നെന്താ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയല്ലത് ജീവിതം, അമൃത TV, ഇടഗ്രാമം, കരുമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ: ജീവിതം@amritatv.com.